നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വഖഫ് വിഷയത്തിൽ രാഷ്ട്രീയ സ്വാർത്ഥലാഭത്തിനായി ജനങ്ങളെ വർഗീയമായി അണിനിരത്താനാണ് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിക്കുന്നതെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ. തിരൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ ശുദ്ധജല വിതരണ പദ്ധതികളുടെ പുരോഗതിയെക്കുറിച്ച് വിലയിരുത്താൻ കുറുക്കുളി മൊയ്തീൻ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മരുന്ന് മാറി നൽകിയ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട CPIM കേപ്പുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാനത്ത് നിന്ന് ഒമിക്രോൺ ജനിതക പരിശോധനയ്ക്ക് അയച്ച 8 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വഖഫ് വിഷയത്തിൽ രാഷ്ട്രീയ സ്വാർത്ഥലാഭത്തിനായി ജനങ്ങളെ വർഗീയമായി അണിനിരത്താനാണ് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിക്കുന്നതെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ പറഞ്ഞു. തിരൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് വിഷയത്തിൽ രാഷ്ട്രീയ സ്വാർത്ഥലാഭത്തിനായി ജനങ്ങളെ വർഗീയമായി അണിനിരത്താനാണ് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിക്കുന്നതെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ പറഞ്ഞു. എല്ലാ മതവിഭാഗങ്ങളുടെയും താൽപര്യം സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്നും അദ്ദേഹം തിരൂരിൽ പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം വഖഫ് സ്വത്തുക്കളുടെ അഴിമതിരഹിത പരിപാലനം എന്ന മുഖ്യ വിഷയത്തിനല്ല പ്രാധാന്യം നൽകുന്നത്. അവരത് രാഷ്ട്രീയമായ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എല്ലാ മതവിഭാഗങ്ങളുടെയും താല്പര്യങ്ങളെ സംരക്ഷിച്ചാണ് പ്രവർത്തിക്കുന്നത്. വഖഫ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ആ നിലയിലുള്ള സമീപനമാണ് ഗവൺമെൻറ്റിനുള്ളത്. അതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെയും മുഖ്യമന്ത്രി അക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ലീഗിന്റെ ഈ ശൈലിയുടെ ഗുണഭോക്താക്കളായി RSSഉം സംഘപരിവാറും മാറും എന്ന തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നത് ഖേദകരമാണെന്നും A. വിജയരാഘവൻ പറഞ്ഞു. രാഷ്ട്രീയ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ജനങ്ങളെ വർഗീയമായി അണിനിരത്താനാണ് മുസ്ലിം ലീഗ് ശ്രമിച്ചത്. മുസ്ലിം ലീഗ് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി അതുപോലെയുള്ള ചില മുസ്ലിം സാമുദായിക സംഘടനകളെയും ഈ നിലയിൽ യോജിപ്പിക്കാനുള്ള പരിശ്രമം ലീഗ് നടത്തേണ്ടായി. അതെല്ലാം തന്നെ അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. സമൂഹത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണത്. ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് RSSഉം സംഘപരിവാറും മാറും എന്ന തിരിച്ചറിവും ഇവർക്കില്ലാതെ പോകുന്നതാണ് ഏറെ ഖേദകരമായ വസ്തുത. തിരൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ ശുദ്ധജല വിതരണ പദ്ധതികളുടെ പുരോഗതിയെക്കുറിച്ച് വിലയിരുത്താൻ കുറുക്കുളി മൊയ്തീൻ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പൊതുമരാമത്ത് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. മണ്ഡലത്തിൽ 6000 പേർക്ക് ഉടൻ ശുദ്ധജല വിതരണ കണക്ഷൻ നൽകുമെന്ന് MLA അറിയിച്ചു. തിരൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ ശുദ്ധജല വിതരണ പദ്ധതികളുടെ പുരോഗതിയെക്കുറിച്ച് വിലയിരുത്താനാണ് കുറുക്കുളി മൊയ്തീൻ MLA പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും പൊതുമരാമത്ത് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നത്. വളവന്നൂർ കൽപ്പകഞ്ചേരി കുടിവെള്ള പദ്ധതി, തിരുനാവായ ആദവനാട് കുടിവെള്ള പദ്ധതികളിൽ ഉടൻ ശുദ്ധജല വിതരണ കണക്ഷൻ നൽകാൻ തീരുമാനിച്ചു. ആദ്യഘട്ടമെന്നോണം ഡിസംബർ 31 കൽപ്പകഞ്ചേരിയിൽ 2400 പേർക്കും വളവന്നൂരിൽ 3600 കണക്ഷനുകളും നൽകും. വെട്ടം തലക്കാട് പദ്ധതി മാർച്ച് 31 പ്രവൃത്തി ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. കൽപ്പകഞ്ചേരി വളവന്നൂർ പഞ്ചായത്തുകളിൽ 8-ാം തീയതി സംയുക്തമായി അവർ പോയി പരിശോധന നടത്തി ആ കാര്യങ്ങൾ പരിഹരിക്കാമെന്നും ഇന്ന് തീരുമാനമായിട്ടുണ്ട്. അതോടുകൂടി പൈപ്പ് ലൈൻ റോഡ് ക്രോസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, PWDക്ക് എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ചർച്ചയിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കൽപ്പകഞ്ചേരി, വളവന്നൂർ, തിരുനാവായ, ആദവനാട് പഞ്ചായത്തുകളിലായുള്ള 2 കുടിവെള്ള പദ്ധതികൾ മേജർ പദ്ധതികളാണ്. ഒന്ന് വളവന്നൂർ കൽപ്പകഞ്ചേരി പദ്ധതി, മറ്റൊന്ന് തിരുനാവായ ആദവനാട് പദ്ധതി. ഈ 4 അതിലാദവനാട് ഭാഗികമായി വെള്ളം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കൽപ്പകഞ്ചേരി, വളവന്നൂർ പഞ്ചായത്തുകളിൽ, തിരുനാവായ പഞ്ചായത്തുകളിലായി ഈ ഡിസംബർ 31 2400 പേർക്ക് കൽപ്പകഞ്ചേരി പഞ്ചായത്തിലും 3600 വീട്ടു കണക്ഷൻ വളവന്നൂർ പഞ്ചായത്തിലും ഇതിൻ്റെ ഭാഗമായി നൽകുകയാണ്. ജലവിതരണ പൈപ്പിടുമ്പോൾ റോഡ് പൊളിക്കുന്നത് സംബന്ധിച്ച ഇരു വകുപ്പുകളും തമ്മിലുള്ള തർക്കം രമ്യമായി പരിഹരിച്ച ഇതിന്റെ സംയുക്ത പരിശോധന ചൊവ്വാഴ്ച തിരുനാവായയിലും ഈ മാസം 8-ന് കൽപ്പകഞ്ചേരിയിലും വളവന്നൂരിലും നടത്തും. തിരൂർ താഴെപ്പാലത്തെ പുതിയ പാലത്തിന്റെ സമീപന റോഡ് നിർമ്മാണം 2 ആഴ്ചക്കുള്ളിൽ തുടങ്ങും. തിരൂർ സിറ്റി ജംഗ്ഷനിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ സമീപന റോഡ്
സാങ്കേതികമായി ലഭിക്കാതെ തന്നെ ടെൻഡർ നടപടി നടത്താൻ പൊതുമരാമത്ത് മന്ത്രി നിർദ്ദേശം നൽകിയതായും പോലീസ് ലൈൻ പൊന്മുണ്ടം ബൈപ്പാസിലെ മേൽപ്പാലത്തിന്റെ സമീപന റോഡ് നിർമ്മിക്കാൻ ഫണ്ടിനായി നബാർഡിന് നൽകിയ അപേക്ഷ അടുത്ത പ്ലാനിംഗ് ഫണ്ടിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെന്നും തിരൂർ നഗരസഭ സ്റ്റേഡിയം നവീകരണത്തിന് സർക്കാർ 10 ലക്ഷം രൂപ തരുമെന്ന് ഉറപ്പു നൽകിയതായും MLA പറഞ്ഞു. യോഗത്തിൽ തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹാബി കൊട്ടാരത്തിൽ, വളവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV നജ്മത്ത, കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ, ആദവനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ജാസർ, വളവന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK മുജീബ് റഹ്മാൻ, പൊതുമരാമത്ത് ജല അതോറിറ്റി എഞ്ചിനീയർമാർ എന്നിവർ പങ്കെടുത്തു. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിടുമെന്നുള്ള നിയമം റദ്ദാക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM S സലാം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ല. മുസ്ലിം വിരുദ്ധ സമീപനങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണ് വഖഫിൽ വരുത്തിയ മാറ്റം. നിയമം റദ്ദാക്കുന്നതല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും ലീഗ് തയ്യാറല്ലെന്നും സമസ്തയ്ക്ക് അവരുടെ സ്വതന്ത്ര നിലപാടെടുക്കാമെന്നും PM S സലാം കോഴിക്കോട് പറഞ്ഞു. നിയമസഭയിൽ കുലങ്കുഷമായി ചർച്ച ചെയ്ത് എതിർപ്പുകളെ അവഗണിച്ച് ഏകപക്ഷീയമായി ഗവൺമെൻറ് പാസ്സാക്കിയ നിയമമാണ്. ആ നിയമം നിലനിൽക്കുന്നുണ്ട്. അത് നടപ്പാക്കില്ല, അല്ലെങ്കിൽ പിന്നീട് നടപ്പാക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആലോചിച്ച് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതിലൊന്നും അർത്ഥമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, നിയമസഭ പാസ്സാക്കിയ ഈ നിയമം റദ്ദാവണമെങ്കിൽ നിയമസഭയിൽ ഇതിനെ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള റദ്ദാക്കിക്കൊണ്ടുള്ള മറ്റൊരു നിയമം ഉണ്ടാക്കണം. അതുണ്ടാകുന്നത് വരെ മുസ്ലിം ലീഗ് അതിൻ്റെ സമരരംഗത്ത് ഉറച്ചു നിൽക്കും, സമരത്തിലുണ്ടാകും. പ്രഖ്യാപിച്ച എല്ലാ സമര നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം പിൻവലിക്കുക എന്നതല്ലാത്ത മറ്റൊരു ഒത്തുതീർപ്പുമില്ല. ഇതെല്ലാം മറ്റൊരു കാരണവുമില്ല. അനാവശ്യമായി കൊണ്ടുവന്ന നിയമം. ഏതായിരുന്നാലും ഞങ്ങൾ പ്രക്ഷോഭം പ്രഖ്യാപിച്ചപ്പോഴേക്ക് ചർച്ച ചെയ്യാൻ തയ്യാറായത് നല്ല കാര്യം. ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കും വരെ പോരാട്ടമെന്ന പ്രമേയമുയർത്തി SDPI തിരുമണ്ഡലം കമ്മിറ്റി ധർണ നടത്തി. ധർണ SDPI ദേശീയ കമ്മിറ്റി അംഗം അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കും വരെ പോരാട്ടം എന്ന പ്രമേയമുയർത്തി SDPI മണ്ഡലം കമ്മിറ്റി ബാബരി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. SDPI തിരൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ദേശീയ കമ്മിറ്റി അംഗം അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. നീണ്ട 70 വർഷത്തെ നിയമ പോരാട്ടങ്ങളുടെ അന്തിമ വിധിയിൽ പോലും നീതിന്യായ കോടതികളിലുള്ള വിശ്വാസ്യതയിൽ മുസ്ലിങ്ങൾക്ക് ഒരു നീതിയും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന പാഠമാണ് പരമോന്നത നീതിപീഠങ്ങൾ പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പറയുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ബാബരി മസ്ജിദിന്റെ പുനർനിർമ്മാണം മാത്രമാണ് നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിനോട് ഈ രാജ്യത്തിന് ചെയ്യാവുന്ന ഏക പരിഹാരം എന്ന് പ്രഖ്യാപിക്കുന്ന ഇത്തരം ഒരു പ്രതിഷേധ ധർണയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ മുസ്ലിം സമുദായത്തോട് പറയുവാനുള്ളത്, നമ്മുടെ നിസ്സംഗതയുടെയും മൗനത്തിന്റെയും മുകളിൽ നിന്നുകൊണ്ടാണ് 92-ൽ RSSകാര് ബാബരി മസ്ജിദ് തകർത്തിട്ടുള്ളത്. വുമൺ ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ ട്രഷറർ ആബിദ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം നൌഷാദ് എടക്കുളം, SDTU തിരൂർ ഏരിയ പ്രസിഡന്റ് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. DSP മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം നന്ദകുമാർ, വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം KP മുഹമ്മദ് ബഷീർ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഡിവിഷൻ പ്രസിഡന്റ് ഹമീദ് തുടങ്ങിയവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജുബൈർ കലാൻ അധ്യക്ഷനായിരുന്നു. നജീബ് തിരൂർ, നൌഷാദ് തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു. തൃക്കണ്ടിയൂർ മേഖല കേരയിൽ വിരുദ്ധ സമിതി അമ്പലക്കുളങ്ങരയിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ ചെയർമാൻ അബൂബക്കർ ചങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സിൽവർ ലൈൻ പദ്ധതി പാടെ ഉപേക്ഷിക്കുക, സ്വകാര്യ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കല്ലിടാനുള്ള നടപടികൾ ഉടൻ നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത്. ജില്ലാ ചെയർമാൻ അബൂബക്കർ ചങ്ങോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഈ ട്രാക്കിന്റെ 500 മീറ്റർ കിഴക്കും 500 മീറ്റർ പടിഞ്ഞാറും അത് നോൺ കൺസ്ട്രക്ഷൻ ഏരിയയാണ്. അത് നിങ്ങൾ അവിടെ യാതൊരു ഭൂമി വിനിയോഗിക്കാൻ പറ്റുകയില്ലല്ലോ എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗവുമായി KRLന്റെ MDന്റെ ഓഫീസിൽ അദ്ദേഹത്തിന് അപ്പോയിൻമെന്റ് വാങ്ങി ഞങ്ങൾ ചെന്നു. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തോട് സംസാരിച്ചും പറഞ്ഞു, ഇതാ ഇങ്ങനെ ഇത് ഗവൺമെന്റിന്റെ രേഖകൾ നോക്കിയിട്ട് അസംബ്ലിയിൽ പറഞ്ഞതാണ്, എന്ത് പറയുന്നു. അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞില്ല. അദ്ദേഹം ഒരു മുട്ടംകളി കളിച്ചു. അത്ര വരുമോ, 500 വരുമോ? നിങ്ങളൊരു കാര്യം ചെയ്യൂ, സെക്ഷൻ എഞ്ചിനീയറോട് സംസാരിക്കൂ എന്ന് പറഞ്ഞു. ഒരു എഞ്ചിനീയറെ ഞങ്ങളുടെ അടുത്ത് വിട്ടു വന്നു. അദ്ദേഹത്തിനും ഇതറിയില്ല. അദ്ദേഹം പറയുന്നില്ല എത്ര പോകുമെന്ന്. അതുകൊണ്ട് കേരളത്തിലെ ഈ സിൽവർ ലൈൻ പദ്ധതി ആവിഷ്കരിച്ചവർ തന്നെ എത്ര മീറ്ററാണ് നമ്മൾക്ക് കൺസ്ട്രക്ഷൻ പറ്റാത്ത സ്ഥലം എന്ന് അവർ പറയുന്നില്ല. കാരണം റെയിൽവേ ട്രാക്കിന്റെ 30 മീറ്റർ ഇപ്പോഴും കൺസ്ട്രക്ഷൻ പറ്റില്ലല്ലോ. അത് പാലക്കാടെന്നോ മദ്രാസിന്നോ പെർമിഷൻ വേണം. KK അബ്ദുറസാഖ് ഹാജി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അലീന, PK പ്രഭാഷ, KK സലാം മാസ്റ്റർ, ഹുസൈൻ കവിത, കോയ പുത്തുതോട്ടിൽ, സിന്ധു മംഗലശ്ശേരി, അബൂബക്കർ ഒമേഗ, TK മുസ്തഫ, ശിവശങ്കരൻ വെളിയമ്പാട്ട്, മൻസൂർ വള്ളിയങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള.
വാർത്തകൾ തുടർന്നു. താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മരുന്ന് മാറി നൽകിയ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട CPIM കേപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേപുരം ലോക്കൽ സെക്രട്ടറി അനോജ് ഉദ്ഘാടനം ചെയ്തു. മരുന്ന് മാറി നൽകിയ ഡോക്ടർ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതുവരെ സമരം തുടരുമെന്നും നേതാക്കൾ അറിയിച്ചു. താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മരുന്ന് മാറി നൽകിയ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുക, പരാതിക്കാരായ കുടുംബത്തിന് ചികിത്സാ ധനസഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPIM കേപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. താനാളൂർ ചുങ്കത്ത് ആരംഭിച്ചത് മാർച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് ധർണ CPIM കേപുരം ലോക്കൽ സെക്രട്ടറി അനോജ് ഉദ്ഘാടനം ചെയ്തു. M ദാസൻ അധ്യക്ഷനായിരുന്നു. ലോക്കൽ കമ്മിറ്റി അംഗം വിനോദ്, താനാളൂർ പഞ്ചായത്ത് അംഗം നസ്രി തെത്തയിൽ, പ്രസന്നൻ, മൻസൂർ, M രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കാണിച്ചപ്പോ ആ ഡോക്ടർ പറഞ്ഞത്, ആരാണ് ഈ മരുന്ന് എഴുതി തന്ന ഡോക്ടർ? ഈ മരുന്നല്ലല്ലോ ഇതിന് കൊടുക്കേണ്ടത്. തൈറോയിഡ് കുറയുന്നതിന് മരുന്ന് കൊടുക്കേണ്ടതിന് പകരം തൈറോയിഡ് കൂടുന്ന രീതിയിലുള്ള മരുന്നാണ് ഈ ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ എഴുതി കൊടുത്തത്. ഇത് ഗുരുതരമായ തെറ്റാണ് എന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന പിഴവാണെന്ന് സമ്മതിക്കണം എന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ ഒരു അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് പ്രവർത്തിച്ചത്. കേവലം കുണ്ടുങ്ങൽ സ്വദേശി തുപ്പത്തിൽ മൊയ്തീന്റെ ഭാര്യ ഫാദില തൈറോയ്ഡ് കുറയ്ക്കുന്നതിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കോവിഡിനെ തുടർന്നുണ്ടായ അടച്ചിടലിൽ കോഴിക്കോട് പോകാൻ കഴിഞ്ഞില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറെ ബന്ധപ്പെട്ടു. ഡോക്ടർ രോഗിയെ കാണാൻ തയ്യാറാവാതെ മരുന്നിനായി കുറിപ്പ് എഴുതുകയായിരുന്നു. മരുന്ന് കഴിച്ചതോടെ ശാരീരിക അവശത നേരിട്ടതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ചികിത്സ തേടി. തൈറോയ്ഡ് കുറയുന്നതിന് പകരം കൂടുന്നതിനായുള്ള മരുന്നാണ് നൽകിയതെന്നായിരുന്നു അവിടുന്ന് ലഭിച്ച വിവരമെന്നാണ് ഫാദിലയുടെ ഭർത്താവ് മൊയ്തീൻ പറഞ്ഞത്. ആരോഗ്യവകുപ്പ് അധികൃതർക്ക് നൽകിയ പരാതിയിൽ നടപടിയില്ലാത്തതിനെ തുടർന്നാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തിയതെന്ന് CPIM ലോക്കൽ സെക്രട്ടറി അനോജ് പറഞ്ഞു. മരുന്ന് മാറി നൽകിയ ഡോക്ടർ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ സമരം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇന്ധനവില കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട BJP തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായന ധർണ സംഘടിപ്പിച്ചു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ ഉദ്ഘാടനം ചെയ്തു. BJP തിരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ സെൻട്രൽ ജംഗ്ഷനിലാണ് ധർണ സംഘടിപ്പിച്ചത്. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ യഥാർത്ഥത്തിൽ പാവപ്പെട്ടവന്റെ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഈ സർക്കാർ എന്താണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? പെട്രോളിന്റെ വിലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ചില്ലി പൈസ കുറയ്ക്കാതെ, നികുതിയിൽ നിന്ന് ചില്ലി പൈസ കുറയ്ക്കാതെ രാഷ്ട്രീയ മനോഭാവത്തോടുകൂടി മുന്നേറുന്ന ഒരു ധനകാര്യ മന്ത്രിയെയും അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയുമാണ് ഈ സംസ്ഥാനം കണ്ടുകൊണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് രമാ ഷാജി അധ്യക്ഷയായിരുന്നു. മനോജ് പാർശ്ശേരി, ശശി കറുകയിൽ, ശശി പരാരംഭത്ത തുടങ്ങിയവർ സംസാരിച്ചു. സുനിൽ പരിയാപുരം, മണമൽ ഉദേശ്, K സുബിത്ത്, MP വേലായുധൻ, അമ്പാട് രവി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡിസംബർ 9 കോഴിക്കോട് സംഘടിപ്പിക്കുന്ന വഖഫ് സംരക്ഷണ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി വിളംബര ജാഥ നടത്തി. മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂരിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. കോഴിക്കോട് നടക്കുന്ന വഖഫ് സംരക്ഷണ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് വിളംബര ജാഥ നടത്തിയത്. മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാനുള്ള പിണറായിയുടെ ശ്രമം വിലപ്പോവില്ലെന്ന് യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. അസീം ചമ്ര, അൻവർ പാറയിൽ, TE ബാബു, CP ബാദുഷ, ഷിയാബ് എടൂർ തുടങ്ങിയവർ സംസാരിച്ചു. KK അഫ്സൽ. പ്രക്ഷുബ്ധ യുവത്വങ്ങളുടെ ചരിത്രം ഇവിടുത്തെ ഇടതുപക്ഷ സമൂഹത്തിന് മാത്രമല്ല, ഈ ഹരിത പതാക പിടിച്ചാണ് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പമാർ ഈ മണ്ണിൽ അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു വീണ് മരിച്ചതെങ്കിൽ ഈ ഹരിത പതാകയാണ് സത്യം. ഈ വഖഫ് സംരക്ഷണ പോരാട്ടത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഈ നിയമം പിൻവലിക്കും വരെ മുസ്ലിം യൂത്ത് ലീഗ് പ്രക്ഷോഭ രംഗത്തുണ്ടാകുമെന്നാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് യൂത്ത് ലീഗിന് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഇവിടെ മുസ്ലിം സമുദായത്തിനകത്ത് ഭിന്നിപ്പുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്. കരീം ഐനിക്കാട്ടിൽ, അഷ്കർ നര, ഖാദർ പൂക്കയിൽ, CP സാബിത്ത് എന്നിവർ നേതൃത്വം നൽകി.
സുരീലി ഹിന്ദി അധ്യാപക ശില്പശാലയ്ക്ക് തിരൂരിൽ തുടക്കമായി. വിദ്യാർത്ഥികളിൽ ഹിന്ദി അഭിരുചി വർദ്ധിപ്പിക്കാനും ആശയവിനിമയത്തിന് പ്രാപ്തരാക്കുകയുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരൂർ ഡയറ്റിൽ നടന്ന ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളത്തിന്റെ നേതൃത്വത്തിൽ ഹിന്ദി അധ്യാപകർക്കുള്ള സുരീലി ഹിന്ദി BRC തല അധ്യാപക പരിശീലനത്തിന് തിരൂരിൽ തുടക്കമായി. വിദ്യാർത്ഥികൾ ഹിന്ദി അഭിരുചി വർദ്ധിപ്പിക്കാനും ആശയവിനിമയത്തിന് പ്രാപ്തരാക്കാനുമാണ് പദ്ധതി ആവിഷ്കരിച്ചത്. കഥകളും കവിതകളും ദൃശ്യാവിഷ്കാരത്തോടെ ഡിജിറ്റൽ മൊഡ്യൂളുകളായി വിദ്യാർത്ഥികളിലെത്തിക്കും. തിരൂർ ഡയറ്റിൽ നടന്ന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ എം.എൽ.എ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വി അബ്ദുൽ സിയാദ്, മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ഗോപകുമാർ, തിരൂർ EO സുനിജ, ഡയറ്റ് ഫാക്കൽറ്റി P. ജസി, HM ഫോറം കൺവീനർ A. ഹരീന്ദ്രൻ, GVHS പ്രിൻസിപ്പൽ മിനികുമാരി, HM ഫോറം ജോയിന്റ് കൺവീനർ ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. BRC ട്രെയിനർ E. സുശീൽകുമാർ നന്ദി പറഞ്ഞു. പരിശീലനത്തിന് ബിജുകുമാർ, സൈനുദ്ദീൻ, ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. 2 ബാച്ചുകളിലായി നടക്കുന്ന പരിശീലന പരിപാടി ഡിസംബർ 9 അവസാനിക്കും. നാടിന്റെ അഭിമാന താരങ്ങൾക്ക് താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിന്റെ അനുമോദനം. സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുത്ത താരങ്ങളെയാണ് താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബ് അനുമോദിച്ചത്. ചടങ്ങ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. നേപ്പാളിൽ നടന്ന ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുത്ത താനൂരിലെ താരങ്ങളെയാണ് താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ചന്ദ്രിക പത്രാധിപർ കമാൽ വരദൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇത് നിങ്ങളുടെ കരിയറിനെ മാറ്റിമറിക്കണം. ഞാനിപ്പോൾ റഷീദിനോട് ചോദിച്ചു, നിങ്ങളിൽ ജോലിയുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മളൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സമരം നടക്കുന്നുണ്ട്. നമ്മുടെ ദേശീയ ഗെയിംസിൽ അല്ലെങ്കിൽ രാജ്യാന്തര മേളകളിലൊക്കെ മത്സരിച്ച് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് നിങ്ങളെപ്പോലെ ഇന്ത്യൻ ജേഴ്സി എല്ലാം ഇട്ട് ട്രാക്ക് സ്യൂട്ട് എല്ലാം മണിഞ്ഞ് അവിടെ മെഡലൊക്കെ കഴുത്തിലടഞ്ഞു പോയ കായിക താരങ്ങൾ സമരം നടത്തുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഒരു കായിക താരം ശരിക്കും അവരുടെ ലൈഫെ സമർപ്പിക്കുന്നതാണ്. ആ സമർപ്പണമാണ് ഇപ്പോൾ ആ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളും പറയുന്നത്. ഞങ്ങളിങ്ങനെ എന്താണ് ഈ കായിക രംഗത്തേക്ക് വരുന്ന ഒരു സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതയുള്ളവരൊന്നും ആയിരിക്കില്ല, പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ടവരായിരിക്കും. പക്ഷെ അവരവരുടെ കായിക മികവ് പുറത്തെടുക്കുന്നു. കായിക മികവ് പുറത്തെടുക്കുമ്പോൾ അതിനുള്ള അംഗീകാരം കൊടുക്കേണ്ടത് നമ്മുടെ ഭരണകൂടമാണ്, നിർബന്ധമാണ്. ഞാനൊരു രാഷ്ട്രീയം പറയുകയല്ല, മറിച്ച് ഈ കായിക താരങ്ങൾക്ക് നമ്മളൊരു കൈ സഹായം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സപ്പോർട്ട്, അവരുടെ ഒരു സാന്നിധ്യം അതായത് വരാനിരിക്കുന്ന തലമുറക്ക് നൽകുന്ന പ്രചോദനം ചെറുതല്ല. താരങ്ങൾക്ക് മെമന്റോ വിതരണം ചെയ്തു. താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് പ്രസിഡന്റ് അഫ്സർ കേപ്പുരം അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി അനുമോദന പ്രസംഗം നടത്തി. പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ആദരവ് എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ആകെ ആദരവാണ്. എല്ലാ പത്രപ്രവർത്തകരും അടങ്ങുന്ന സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡിയാണ് താനൂരിലെ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദങ്ങൾക്കൊക്കെ അപ്പുറത്ത് വളരെ ചുരുങ്ങിയ സമയമാണ് ഈ ഭരണസമിതി വന്നതിന് ശേഷം താനൂരിലെ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ആസാദ് കോട്ട് മാനേജിംഗ് ഡയറക്ടർ KN മുത്തുക്കോയ തങ്ങൾ, ഫാമിലി വെഡിംഗ് സെന്റർ ജനറൽ മാനേജർ MKB മുഹമ്മദും താരങ്ങൾക്ക് ഉപഹാരം നൽകി. ചടങ്ങിൽ നഗരസഭ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ചന്ദ്രിക ലേഖകൻ റഷീദ് മോരയ്ക്ക് ഉപഹാരം നൽകി. പരിശീലകൻ അസിസ്റ്റന്റ് പ്രൊഫസർ അംസ, ക്യാപ്റ്റൻ M സാന്ദ്ര എന്നിവർ മറുപടി പ്രസംഗം നടത്തി. പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് സെക്രട്ടറി P പ്രേമനാഥൻ സ്വാഗതവും ട്രഷറർ VP ശശികുമാർ നന്ദിയും പറഞ്ഞു. ഒരു ഇടവേള. സംസ്ഥാനത്ത് നിന്ന് ഒമിക്രോൺ ജനിതക പരിശോധനയ്ക്ക് അയച്ച 8 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോഴിക്കോട്, മലപ്പുറം, എറണാകുളം എന്നിവിടങ്ങളിൽ നിന്ന് 2 പേരും തിരുവനന്തപുരം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്ന് ഓരോന്ന് വീതമാണ് ഒമിക്രോൺ നെഗറ്റീവായത്. സംസ്ഥാനത്തു നിന്നും ഒമിക്രോൺ ജനിതക പരിശോധനയ്ക്ക് അയച്ച 8 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോഴിക്കോട്, മലപ്പുറം, എറണാകുളം എന്നിവിടങ്ങളിൽ 2ഉം തിരുവനന്തപുരം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ഓരോന്നും വീതമാണ് ഒമിക്രോൺ നെഗറ്റീവായത്. 10 പേരുടെ സാമ്പിളുകളാണ് ഒമിക്രോൺ ജനിതക പരിശോധനയ്ക്ക് അയച്ചിരുന്നത്. ഇതിൽ 8 പേരുടെ പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. ഇനി 2 പേരുടെ ഫലം കൂടി വരാനുണ്ട്. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ RT-PCR പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിളുകളാണ് ഒമിക്രോൺ ജനിതക പരിശോധനയ്ക്ക് അയക്കുന്നത്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ ലാബിലാണ് പരിശോധന നടത്തുന്നത്. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലെത്തിയ ഒരാൾ കൂടി കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്.
ഇദ്ദേഹത്തിന്റെ സാമ്പിളുകൾ ഒമിക്രോൺ ജനിതക പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആദ്യ ഫലങ്ങൾ നെഗറ്റീവായെങ്കിലും ജാഗ്രതയിൽ യാതൊരു കുറവും ഉണ്ടാകരുതെന്നും മന്ത്രി പറഞ്ഞു. മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെയും പെരിങ്ങര ലോക്കൽ സെക്രട്ടറി സന്ദീപിന്റെ കൊലപാതകത്തിലും പ്രതിഷേധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ തിരൂരിൽ പ്രതിഷേധ സമരം നടത്തി. കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാറിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ന്യൂനപക്ഷ ദളിത് വേട്ടയ്ക്കെതിരായി CPIM പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സമരം കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ കിട്ടിയ അധികാരം BJP ഉപയോഗിക്കുന്നത് പൂർണ്ണമായി ഇന്ത്യയെ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്. പൂർണ്ണമായി ഇന്ത്യയെ വർഗീയവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരനെയും വർഗീയമായി ചേരിതിരിക്കുക എന്ന ലക്ഷ്യമാണ്. BJP അതിതീവ്ര ഹിന്ദുത്വം മുഖ്യ അജണ്ടയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവർ വളരെ കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശം അതിൻ്റെ പിന്നിൽ ഒളിപ്പിച്ചു വെക്കുന്നു. ഓരോ വർഗീയ സംഘർഷങ്ങളും ഇവിടെ രൂപപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. അംസക്കുട്ടി അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ, K. നാരായണൻ, PP. ലക്ഷ്മണൻ, ഗഫൂർ പി. ലില്ലിസ്, T. ദിനേശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CPIM താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനാളൂരിൽ പ്രതിഷേധ സംഗമം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം A. ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം, ക്രിസ്ത്യൻ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെ സംഘപരിവാർ നടത്തുന്ന അതിക്രമങ്ങൾ പ്രതിഷേധിച്ചാണ് CPIM താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. താനാളൂരിൽ നടന്ന സംഗമം ജില്ലാ കമ്മിറ്റി അംഗം A. ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം മതം കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പോസ്റ്ററൊക്കെ തയ്യാറാക്കി. അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചയാക്കേണ്ട വിഷയം എന്ന് ചിന്തിച്ച് പോസ്റ്റർ പ്രചരണം നടത്തുമ്പോഴാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യയിൽ ആകെ വേട്ടയാടപ്പെടുന്ന ഈ സാഹചര്യത്തെ ജനസമക്ഷം കൊണ്ടുവന്ന പ്രശ്നം ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്ന് ചിന്തിച്ചു. അതിന്റെ പരിഹാരത്തിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന ജനങ്ങളുടെ ആലോചന കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പാർട്ടി ഈ സന്ദർഭത്തിൽ ഈ പ്രത്യേകമായ ക്യാമ്പയിൻ, ന്യൂനപക്ഷ വേട്ടക്കെതിരായ, ദളിത് വേട്ടക്കെതിരായ ഒരു ക്യാമ്പയിൻ എടുക്കാൻ തീരുമാനിച്ചു. താനൂർ ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ അധ്യക്ഷനായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗം K. D. ശശി, താനൂർ ലോക്കൽ സെക്രട്ടറി P. അബ്ദുൽ ലത്തീഫ്, V. അബ്ദുറസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്മസിന്റെ വരവ് അറിയിച്ച് വർണ്ണവിളക്കുകളും നക്ഷത്രങ്ങളുമായി വിപണി ഉണർന്നു. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഇത്തവണ വിപണിയിൽ ലാഭം കൊയ്യാമെന്ന കണക്കുകൂട്ടലിലാണ് വ്യാപാരികൾ. വിലക്കയറ്റം വിപണിയെ ബാധിച്ചിട്ടില്ലെന്നും വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ക്രിസ്മസ് ആണ് വരുന്നത്. സ്റ്റാർ ഇല്ലാതെ എന്തു ക്രിസ്മസ്? വർണ്ണവിളക്കുകളും നക്ഷത്രങ്ങളുമെല്ലാമായി ഇത്തവണയും പതിവ് പോലെ ക്രിസ്മസ് വിപണി സജീവമാണ്. പല നിറത്തിലും രൂപത്തിലുമുള്ള നക്ഷത്രങ്ങളും അലങ്കാര ദീപങ്ങളുമാണ് ഇത്തവണയും വിപണിയിലെ രാജാക്കന്മാർ. വൈവിധ്യമാർന്ന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള LED പേപ്പർ നക്ഷത്രങ്ങളാണ് ഇത്തവണത്തെ മുഖ്യ ആകർഷണം. 100 രൂപ മുതൽ 550 രൂപ വരെയുള്ള പേപ്പർ നക്ഷത്രങ്ങളും ലഭ്യമാണ്. പുൽക്കൂടുകളിൽ തൂക്കുന്ന ചെറിയ നക്ഷത്രങ്ങൾ കുറഞ്ഞ വിലയിൽ കിട്ടുമ്പോൾ LED നക്ഷത്രങ്ങൾക്ക് വില കൂടുതലാണ്. അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന LED ബൾബുകൾ, സാന്താക്ലോസിന്റെ വേഷവും മുഖംമൂടിയും തൊപ്പിയും എല്ലാം കടകളിൽ നിരന്നു കഴിഞ്ഞു. കോവിഡിന്റെ ആശങ്കകൾ പൂർണ്ണമായി നീങ്ങിയിട്ടില്ലെങ്കിലും ഇത്തവണ വിപണി തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. നക്ഷത്രങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ എണ്ണത്തിൽ നല്ല വർധനവുണ്ടെന്നും ഇക്കുറി മികച്ച പ്രതീക്ഷയാണുള്ളതെന്നും വ്യാപാരിയായ ജിജി പറയുന്നു. വിപണി തുടങ്ങിയിട്ടുള്ളൂ. തുടക്കത്തിലുള്ള ഒരു പ്രതികരണവും
എന്താ കൂടുതലും ആളുകൾ ആവശ്യമുണ്ട് ക്രിസ്മസ് ട്രീ അതുപോലെ മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണ്? മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണെങ്കിലും അതൊന്നും വിപണിയെ ബാധിച്ചിട്ടില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഇക്കുറി ക്രിസ്മസ് ആഘോഷത്തിന് വിശ്വാസികളും നാടും ഉണർന്നതോടെ കൂടുതൽ ആളുകൾ കടകളിലെത്തി നക്ഷത്രങ്ങൾ വാങ്ങി തുടങ്ങി. വിവിധ സ്ഥാപനങ്ങളിലും നക്ഷത്രങ്ങൾ ഇടം നേടിക്കഴിഞ്ഞു. റോഡരികിൽ നിന്നും വീണ് കിട്ടിയ പണവും രേഖകളും അടങ്ങിയ പേഴ്സ് അധ്യാപകൻ ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകി. മംഗലം AUP സ്കൂൾ അധ്യാപകൻ KP നസീബാണ് കളഞ്ഞു കിട്ടിയ പേഴ്സ് തിരിച്ചു നൽകി മാതൃകയായത്. റോഡരികിൽ നിന്ന് വീണ് കിട്ടിയ പണവും മറ്റു രേഖകളും അടങ്ങിയ പേഴ്സ് അധ്യാപകൻ തിരിച്ചു നൽകി. തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയുമായി വന്ന ഓട്ടോ ഡ്രൈവർ മംഗലം കാവഞ്ചേരി സ്വദേശി നന്ദകിഷോറിനാണ് തന്റെ നഷ്ടപ്പെട്ട പണമടങ്ങിയ പേഴ്സ് തിരിച്ചു കിട്ടിയത്. ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയുമായി വന്നപ്പോഴാണ് പേഴ്സ് നഷ്ടപ്പെട്ടത്. ഞാൻ യാദൃശ്ചികമായി തിരൂർക്ക് ഒരു ട്രിപ്പിട്ട് പോയപ്പോൾ പേഴ്സ് പെട്ടെന്ന് കളഞ്ഞുപോയി. അപ്പോൾ എണ്ണടിക്കാൻ പമ്പിൽ കയറ്റിയപ്പോഴാണ് പേഴ്സ് കാണാതായത്. അപ്പോൾ റോട്ടിലൂടെ പോണ നാസിം മാഷിന് പേഴ്സ് കിട്ടി. അതിലാണ് എനിക്ക് ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസയും കാര്യങ്ങളും ATM-ഉം ലൈസൻസും ഒക്കെ അതിലുണ്ടായിരുന്നത്. അപ്പോൾ കിട്ടിയ വലിയ ഉപകാരമായി. മാഷിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കാവഞ്ചേരിയുള്ള. അങ്ങനെ അഡ്രസ്സ് കണ്ടപ്പോൾ മാഷ് അവർക്ക് വിളിച്ച് അങ്ങനെ പേഴ്സ് കുഴപ്പമൊന്നും ഞാൻ കൈ കിട്ടിയിട്ടുണ്ട്. പിന്നീട് യാത്ര ചെയ്ത വഴിയിലും തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയും പേഴ്സ് തെരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വഴിയിൽ നിന്ന് കിട്ടിയ പേഴ്സ് മംഗലം വള്ളത്തോൾ AUP സ്കൂൾ അധ്യാപകനായ KP നസീബ് പേഴ്സിലെ വിലാസത്തിൽ അന്വേഷിച്ചാണ് നന്ദകിഷോറിനെ കണ്ടെത്തിയത്. സഹാധ്യാപകനായ നസീം മാഷിക്ക് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് വരുന്ന സമയത്താണ് പേഴ്സ് കളഞ്ഞു കിട്ടിയത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മോനും ഉണ്ട് കൂടെ, വൈഫും കൂടി തിരക്കിട്ട് സ്കൂളിലേക്ക് വരുന്ന വഴിക്കാണ് ഇത് കണ്ടത്. എന്തായാലും അവൻ്റെ ATM-ഉം അതുപോലെ തന്നെ മറ്റ് വിലപ്പെട്ട രേഖകളും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. 2000-ൽ പരം രൂപയും ഉണ്ടായിരുന്നു. എന്തായാലും അത് ശരിയായ ഓണർക്ക് തന്നെ കിട്ടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്ന് വള്ളത്തോൾ AUP സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ സാന്നിധ്യത്തിൽ തിരിച്ചേൽപ്പിക്കുകയായിരുന്നു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് ഇന്ന് 4656 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 67,437 സാമ്പിളുകളാണ് പരിശോധിച്ചത്. മലപ്പുറം ജില്ലയിൽ 163 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിന്ന് 4656 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 776, തിരുവനന്തപുരം 705, കോഴിക്കോട് 537, തൃശൂർ 468, കോട്ടയം 375, കൊല്ലം 374, കണ്ണൂർ 308, പത്തനംതിട്ട 227, ഇടുക്കി 172, വയനാട് 168, ആലപ്പുഴ 165, മലപ്പുറം 163, പാലക്കാട് 130, കാസർഗോഡ് 88 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 67,437 സാമ്പിളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 28 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 106 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 41,902 ആയി. താനൂർ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് വീൽചെയർ നൽകി താനൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് P. സുരേഷ് സബ് രജിസ്ട്രാർ V. ഗണേഷിന് വീൽചെയർ കൈമാറി. താനൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെത്തുന്ന ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കും ഉപയോഗിക്കാനാണ് താനൂർ രജിസ്ട്രാർ ഓഫീസിലേക്ക് വീൽചെയർ നൽകിയത്. താനൂർ റോട്ടറി ക്ലബ്ബാണ് വീൽചെയർ നൽകിയത്. റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ EM ഗുൽസാറിന്റെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് P. സുരേഷ് സബ് രജിസ്ട്രാർ V. ഗണേഷിന് വീൽചെയർ കൈമാറി. ചടങ്ങിൽ സെക്രട്ടറി ഡോക്ടർ അനൂപ് പത്മനാഭൻ അധ്യക്ഷനായിരുന്നു. G. പ്രദീപ്, ലാമിഹ് റഹ്മാൻ, KV പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. STPI താനൂർ മണ്ഡലം കമ്മിറ്റി വൈലത്തൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. STPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KC നസീർ ഉദ്ഘാടനം ചെയ്തു. ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കും വരെ പോരാട്ടം തുടരും എന്ന മുദ്രാവാക്യമുയർത്തി രാജ്യവ്യാപകമായി STPI നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് താനൂർ മണ്ഡലം കമ്മിറ്റി വൈലത്തൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. STPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KC നസീർ ഉദ്ഘാടനം ചെയ്തു. ബാബരിയുടെ ചരിത്രം നീതിനിഷേധത്തിന്റെ ചരിത്രം കൂടിയാണെന്നും അതിന് സ്വതന്ത്ര ഇന്ത്യയുടെ അത്രയും പഴക്കമുണ്ടെന്നും ബാബരിയെ മറവിക്ക് വിട്ടുകൊടുക്കാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നവർ തയ്യാറാവരുതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുമണ്ഡലം പ്രസിഡന്റ് സദക്കത്തുള്ള അധ്യക്ഷനായിരുന്നു. V. മൻസൂർ മാസ്റ്റർ, അഷ്റഫ് വൈലത്തൂർ, CH ബഷീർ, KM ഷാഫി, മൊയ്തീൻ സൈനി, ഹഫ്സത്ത് ഹംസ, റംസിയ, ഷുഹൈബ് ഒഴൂർ, സമീർ നിറവല്ലൂർ, കുഞ്ഞിപ്പോക്കർ അരികാട, അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ദന്ത ചികിത്സാ രംഗത്തെ അത്യാധുനിക സംവിധാനങ്ങളുടെ സ്മൈൽ ഡെന്റ് ഫാമിലി ഡെന്റൽ ക്ലിനിക് തലക്കെടുത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ദന്ത ചികിത്സാ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി സ്മൈൽ ഡെന്റ് ഫാമിലി ഡെന്റൽ ക്ലിനിക് തലക്കെടുത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ രാജേഷ് നിർവഹിച്ചു.
ഡോക്ടർ ഫഹദ്, ഡോക്ടർ ജിയാന ഫഹദ്, അഷ്റഫ് പാറമൽ, ഹാജറ, ജലീൽ നിലമ്പൂർ, ഫായിഷ നിലമ്പൂർ, ഹംസ എരഞ്ഞിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 4 വർഷമായി തലക്കെടുത്തിൽ പ്രവർത്തിച്ചു വരുന്ന സ്മൈൽ ഡെന്റ് ക്ലിനിക്ക് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടി പുതിയ മാനേജ്മെന്റിന് കീഴിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. താനാളൂർ മീനടത്തൂർ റോഡും മീനടത്തൂർ അങ്കനവാടി പരിസരവും സെഞ്ചുറി സന്നദ്ധ സേന ശുചീകരണ പ്രവൃത്തി നടത്തി. താനാളൂർ മീനടത്തൂർ റോഡിന്റെ ഇരുഭാഗങ്ങളിലും പൊന്തക്കാടുകൾ നിറഞ്ഞ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വാഹന അപകട സാധ്യത കൂടിയ സാഹചര്യത്തിലാണ് താനാളൂർ സെഞ്ചുറി സന്നദ്ധ സേനയുടെ 100ഓളം വരുന്ന പ്രവർത്തകർ പരിസരത്തെ പൊന്തക്കാടുകളും മാലിന്യങ്ങളും നീക്കം ചെയ്തത്. കെ നാസർ, വി സൈദലവി, ഷഫീഖ, ഷബീബ്, മൻസൂർ, ഷിയാബുദ്ദീൻ, അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. താനാളൂർ സെഞ്ചുറി സന്നദ്ധ സേന വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ താനാളൂർ ടൗൺ മുതൽ മീനടത്തൂർ സ്കൂൾ വരെ സെഞ്ചുറി സന്നദ്ധ സേനയുടെ 100ഓളം വരുന്ന വളണ്ടിയേഴ്സിനാണ് റോഡിൻ്റെ ഇരുവശവും പൊന്ത് നിറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങൾ റോഡിൻ്റെ ക്ലീൻ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ തന്നെ 100 വളണ്ടിയേഴ്സിനാണ് നിരത്തിക്കൊണ്ടാണ് ഈ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെയും പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഖഫ് വിഷയത്തിൽ രാഷ്ട്രീയ സ്വാർത്ഥലാഭത്തിനായി ജനങ്ങളെ വർഗീയമായി അണിനിരത്താനാണ് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിക്കുന്നതെന്ന് LDF കൺവീനർ A വിജയരാഘവൻ. തിരൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ ശുദ്ധജല വിതരണ പദ്ധതികളുടെ പുരോഗതിയെക്കുറിച്ച് വിലയിരുത്താൻ കുറുക്കുളി മൊയ്തീൻ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മരുന്ന് മാറി നൽകിയ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട CPIM കേപ്പുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാനത്ത് നിന്ന് ഒമിക്രോൺ ജനിതക പരിശോധനയ്ക്ക് അയച്ച 8 പേരുടെ സാമ്പിളുകൾ നെഗറ്റീവാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.